ലോകത്തിൽ ആത്മാക്കൾ ഏറ്റവും കൂടുതൽ കുടികൊള്ളുന്ന സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രന്ഥങ്ങളിലാണ്, അഥവാ പുസ്തകങ്ങളിലാണ്. കാരണം അക്ഷരം അല്ലെങ്കിൽ വാക്കുകൾ എന്ന് പറയുന്നത് ആത്മാക്കളുടെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശരീരമാണ്. ഒരക്ഷരത്തിനുള്ളിൽ ഏതാത്മാവിനും കുടികൊള്ളാം. അഥവാ ഒരു പുസ്തകത്തിൽ ഏതാത്മാവിനും കുടികൊള്ളാം. അത് നല്ല പുസ്തകങ്ങളാണെങ്കിൽ അവയ്ക്കുള്ളിലുള്ള ആത്മാക്കൾ നല്ല ആത്മാക്കളാണ്. ഒരു പുസ്തകം മോശമാണെങ്കിൽ അതിനുള്ളിൽ കുടികൊള്ളുന്നത് മോശപ്പെട്ട ആത്മാക്കളാണ്. ഈ ആത്മാക്കൾ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഈ ആത്മാക്കൾ അക്ഷരങ്ങളിലൂടെ ബുദ്ധിയിൽ പ്രവേശിച്ച് ആ ബുദ്ധിയെ അത് ഒന്നെങ്കിൽ നല്ല പുസ്തകമാണെങ്കിൽ ആ അക്ഷരങ്ങളിലൂടെ പ്രവേശിക്കുന്ന ആ ആത്മാക്കൾ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. അല്ലെങ്കിൽ ആ അക്ഷരത്തിലൂടെ കയറി വരുന്ന ആത്മാവ് മോശം ആത്മാവാണെങ്കിൽ അത് ബുദ്ധിയെ ഇരുട്ടിലാക്കും, അന്ധകാരത്തിലാക്കും. അതുകൊണ്ടാണ് ഈ കുട്ടികളോടൊക്കെ പ്രത്യേകം പറയുന്നത്, നല്ല പുസ്തകങ്ങൾ മാത്രമേ വായിക്കാൻ പാടുള്ളൂ, മോശം പുസ്തകങ്ങൾ ഒരിക്കലും വായിക്കാൻ പാടില്ല. അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഈ പറഞ്ഞ കാര്യം ശരിയാണോ അല്ലയോ എന്ന് നമ്മുടെ തന്നെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. തന്നെയുമല്ല, ഈ ആത്മാക്കൾ നമ്മളെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മളുടെ ചിന്തകളെ മാറ്റുകയും ഒരു 2-3 ദിവസത്തോളം നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുകയും ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രവൃത്തികളെപ്പോലെ അത് സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വേറൊരു പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം ആണ്. ആ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം ഈ അസീസിയെക്കുറിച്ചുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ ആ ആത്മീയതയൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു വന്നു. ആ ഒരു പുസ്തകം വായിച്ച് ഒരാഴ്ചയോളം എൻ്റെ സ്വഭാവം പോലും ഈ പുസ്തകത്തിൽ പറഞ്ഞ പോലെയുള്ള ഒരു രീതിയിലേക്ക് കുറേയൊക്കെ മാറി. ഇത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. കാരണം എനിക്ക് പോലും അല്ലെങ്കിൽ ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു അനുഭവ തലത്തിലേക്ക്, ജീവിത ശൈലിയിലേക്ക് എന്നെ ഒരാഴ്ചത്തേക്ക് ഈ പുസ്തകം പിടിച്ചു നിർത്തി. അപ്പോൾ ഇത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ശരിക്കും ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത്, ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു പുസ്തകത്തിന് സാധിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു ആഴമേറിയ ചിന്തയിലൂടെ നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ ദൈവികമായിട്ടുള്ള ഈ വെളിപ്പെടുത്തൽ ഈശോ എനിക്ക് തന്നത്. അതുപോലെ തന്നെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ മോശപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്ന ചില കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്വഭാവവും ചിന്തയും സംസാര രീതിയും എല്ലാം അത്തരത്തിലുള്ളതായിരുന്നു. ഇതും എന്നെ അത്ഭുതപ്പെടുത്തി. ഇതെങ്ങനെയാണ് ഈ നല്ല കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ വെളിപ്പെടുത്തൽ, അതായത് അക്ഷരത്തിനുള്ളിൽ ആത്മാവ് കുടികൊള്ളും, അല്ലെങ്കിൽ അക്ഷരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്നത് ഒരു ആത്മാവിൻ്റെ ആവാസമാണ് അല്ലെങ്കിൽ ശരീരമാണ് എന്നൊക്കെയുള്ള ആ ചിന്ത ഈശോ എനിക്ക് തന്നപ്പോൾ എനിക്കിത് സത്യത്തിൽ ആരോടും പറയാൻ പറ്റിയില്ല. ആരും പറഞ്ഞാൽ ഇത് അംഗീകരിക്കാനും പോകുന്നില്ല. തെളിവുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തെളിവുമില്ല. പ്രത്യേകിച്ച് എടുത്തു പറയാൻ തെളിവില്ല. പക്ഷേ ഇങ്ങനെ കാര്യകാരണ സഹിതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അത് സാധാരണ ബുദ്ധിയുള്ള ആർക്കും ഇത് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു വൈദികനെ പരിചയപ്പെടുന്നത്. ആ വൈദികനെക്കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അദ്ദേഹം പ്രായത്തിൽ വളരെ ചെറുപ്പമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവ് അത് ഒരു 100-150 വയസ്സ് പ്രായമുള്ള ഒരു അഗാധ പണ്ഡിതനേക്കാൾ ഉള്ള ഒരറിവ് ഈ ചെറുപ്രായക്കാരനായ ഈ വൈദികനുണ്ട്. ഇത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അത് വേറൊരു അത്ഭുതമാണ്. കാരണം
ഇതുപോലെയുള്ള ഒരു മനുഷ്യനെ ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ടുണ്ട്. ഇത്രയും അറിവുള്ള ഒരു മനുഷ്യനെ നേരിട്ട് കാണാനോ സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ വേണ്ടി ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനെങ്ങും കണ്ടെത്തിയില്ല. പക്ഷെ യാദൃശ്ചികമായിട്ടാണ് ഈ വൈദികനെ ഞാൻ കണ്ടുമുട്ടിയതും അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഇടയായത്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം റോമിൽ നിന്ന് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് എടുത്തു. 7 or 8 ഭാഷകൾ, വിദേശ ഭാഷകൾ അദ്ദേഹത്തിന് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. തന്നെയുമല്ല, എല്ലാ മതങ്ങളിലെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. വേദങ്ങളും ഉപനിഷത്തുകളും അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു അഗാധ പണ്ഡിതനായ ഒരു വൈദികനാണ്. അദ്ദേഹത്തിന് അറിയത്തില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ, ആത്മീയതയിൽ അറിയത്തില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന് അറിയത്തില്ലാത്ത കാര്യങ്ങൾ വളരെ കുറവാണ് എന്നാണ് എൻ്റെ അനുഭവം. കാരണം ഞാൻ പല കാര്യങ്ങളും ചോദിച്ചപ്പോഴും അദ്ദേഹം അതിനെല്ലാം ഉത്തരം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ഈ കാഴ്ചപ്പാട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയാണ്. കാരണം ഇന്ത്യയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അക്ഷരത്തെ ദേവനായും ദേവതയായി ഒക്കെ പൂജ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതായത് അക്ഷരങ്ങൾ ഇങ്ങനെ ദേവനായിട്ടും ദേവതയായിട്ടും കരുതി പൂജിക്കുന്ന അമ്പലങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രങ്ങളുണ്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞു. അത് ആർക്കും അറിയത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാണ്, അത് ആർക്കും അറിയത്തില്ല. പിന്നീടാണ് ഈ അടുത്ത കാലങ്ങളിൽ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരു അമ്പലത്തെക്കുറിച്ച് പറഞ്ഞു. ഈ അക്ഷരങ്ങളെ, മലയാളത്തിലെ 51 അക്ഷരങ്ങളെ ദേവതകളായി അല്ലെങ്കിൽ ദേവതയാണ് എന്ന് പറഞ്ഞ് പൂജിക്കുന്ന അമ്പലങ്ങളെക്കുറിച്ച്, ഒരു അമ്പലത്തെക്കുറിച്ച് പറയുന്നു. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് ഹിന്ദുയിസവുമായിട്ട് കൂട്ടിക്കലർത്തണ്ട. കാരണം ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ബിബ്ലിക്കലി ഞാൻ പറയാം. അതായത് ഈ ആത്മാക്കളുടെ എല്ലാം പ്രവർത്തന ശൈലി പൊതുവേ ഒന്ന് തന്നെയാണ്.